സ്റ്റുഡൻസ്, വെൽക്കം ടു ജാംസ് അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേടെക് സയൻസിലെ ജെർമിനേഷൻ ഓഫ് സീഡ്സിനെ കുറിച്ചാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സ്റ്റെപ്സ് ഓഫ് സീഡ് ജെർമിനേഷൻ, പ്ലാന്റ് അഡാപ്റ്റേഷൻ ആൻഡ് പെസ്റ്റ് കൺട്രോൾ. Germination of seeds. Germination is the process by which a seed produces a new plant. ഒരു വിത്തിൽ നിന്നും ഒരു പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. Conditions for seed germination. External conditions: water, temperature, oxygen and light. Internal factors: seed vitality, genotype, seed maturation and seed dormancy. Process of seed germination. സീഡ് ജെർമിനേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംബിബിഷൻ ആണ്. ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ദ സീഡ്. സീഡ് വെള്ളം വലിച്ചെടുക്കുകയും അത് കാരണം സീഡ് സ്വെല്ലാവുകയും സീഡിൻ്റെ ഔട്ടർ കോട്ട് ബ്രേക്ക് ചെയ്യുകയും തുടങ്ങുന്നു. അതിനുശേഷം സീഡിൻ്റെ അകത്തുള്ള എംബ്രിയോ ശ്വസിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. സീഡിൻ്റെ എംബ്രിയോയിൽ നിന്നാണ് പ്ലിമ്യൂൾ, ഹൈപ്പോകോട്ടൈൽ, റാഡിക്കൽ, കോട്ടിലിഡൻ എന്നിവ പുറത്തു വരുന്നത്. എംബ്രിയോയിൽ നിന്നും ആദ്യം പുറത്തു വരുന്നത് റാഡിക്കിളാണ്. ഈ റാഡിക്കിൾ സോയിലിൻ്റെ ഡയറക്ഷനിലേക്ക് വളർന്ന് ഈ സീഡിൻ്റെ റൂട്ടായി മാറുകയും ചെയ്യുന്നു. അതിനുശേഷം പ്ലിമ്യൂൾ പുറത്തു വരുന്നു. ഈ പ്ലിമ്യൂൾ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് വളർന്ന് ഈ സീഡിൻ്റെ സ്റ്റെമ്മായി മാറുന്നു. ഈ പ്ലിമ്യൂളിൽ നിന്നും കോട്ടിലിഡൻസ് ഉണ്ടാകുന്നു. ഈ കോട്ടിലിഡൻസിൽ നിന്നാണ് ലീവ്സ് ജെർമിനേറ്റ് ചെയ്യുന്നത്. മോണോകോട്ടിലിഡൻസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലീവ്സ് ഉള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് മോണോകോട്ടിലിഡൻസ്. ഫോർ എക്സാമ്പിൾ ഗാർലിക്, ഒണിയൻ, വീറ്റ്, കോൺ. 2 കോട്ടിലിഡൻസ് ഉള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഡൈകോട്ടിലിഡൻസ്. ഫോർ എക്സാമ്പിൾ ബീൻസ്, കോളിഫ്ലവർ, ആപ്പിൾസ്, പിയർ. ഹൈപ്പോകോട്ടൈൽ, കോട്ടിലിഡൻ്റെ താഴെയുള്ള ഭാഗത്തെയാണ് ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്നത്. ഇതാണ് സീഡിൻ്റെ റാഡിക്കിളായി മാറുന്നത്. എപ്പികോട്ടൈൽ എന്ന് പറയുന്നത് കോട്ടിലിഡൻ്റെ അപ്പർ പാർട്ടാണ്. ഇതാണ് സീഡിൻ്റെ പ്ലിമ്യൂളായി മാറുന്നത്. കോട്ടിലിഡൻസിൽ നിന്നും ലീവ്സ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളി എക്സ്പാൻഡ് ചെയ്ത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെ അതിനാവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. സോ ആദ്യം സീഡ് ഇംബിബിഷൻ എന്ന പ്രോസസ്സിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ ഔട്ടർ കോട്ട് ബ്രേക്ക് ആവുകയും അതിൽ നിന്നും റാഡിക്കിളും പ്ലിമ്യൂളും പുറത്തു വരുന്നു. റാഡിക്കിൾ സീഡിൻ്റെ റൂട്ടായും പ്ലിമ്യൂൾ സീഡിൻ്റെ സ്റ്റെമ്മായും മാറുന്നു. ഈ പ്ലിമ്യൂളിൽ നിന്ന് കോട്ടിലിഡൻസ് പുറത്തു വരുന്നു. കോട്ടിലിഡൻസിൽ നിന്നും ജെർമിനേറ്റ് ചെയ്യുന്ന ലീവ്സ് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെ അതിനാവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. പ്ലാന്റ് അഡാപ്റ്റേഷൻസ്. വിവിധ മേഖലകളിൽ ജീവിക്കാനും വളരാനും പ്ലാന്റ്സ് പല രീതിയിൽ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാരണമാണ് ചില സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നത് പക്ഷേ മറ്റൊരു പ്രദേശത്ത് കാണപ്പെടാത്തതും. ഏതൊക്കെ തരത്തിലാണ് പ്ലാന്റ്സ് അഡാപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡെസേർട്ട് അഡാപ്റ്റേഷൻ. ഡെസേർട്ട് പ്ലാന്റ്സിന് സ്മോൾ ലീവ്സും സ്പൈൻസുമാണ് ഉള്ളത്. ഇത് കാരണം പ്ലാന്റ്സിലെ വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിന് തിക്ക് വാക്സി സ്കിന്ന് കാരണം അതിനുള്ളിലെ വെള്ളം തടഞ്ഞു നിർത്താനും സഹായിക്കുന്നു. മണ്ണിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വേരുകൾ മഴവെള്ളം ഇവോപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അബ്സോർബ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, റെയിൻ ഫോറസ്റ്റ് അഡാപ്റ്റേഷൻസ്. ഈ പ്ലാന്റ്സിൻ്റെ സ്മൂത്തും സ്ലിപ്പറിയുമായിട്ടുള്ള ബാർക്ക് ഇതിനെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ലൈഡ് ഷേപ്ഡ് ലീവ്സ് ഉള്ളത് കാരണം മഴവെള്ളം തങ്ങി നിൽക്കാതെ ഫംഗസ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. അടുത്ത അഡാപ്റ്റേഷൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ് അഡാപ്റ്റേഷൻ. കട്ടിയുള്ള പുറന്തൊലി മരങ്ങളെ സംരക്ഷിക്കുകയും വിൻ്റർ സീസണിൽ അതിൻ്റെ വെള്ളവും പോഷണവും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഗ്രാസ് ലാൻഡ് അഡാപ്റ്റേഷൻസ്. ഗ്രാസ് ലാൻഡ്സിലെ പ്ലാന്റ്സിന് ഡീപ്പ് റൂട്ട്സ് ഉള്ളത് കാരണം ഈ പ്ലാന്റ്സിനെ പ്രേറി ഫയർസ്, കാട്ടുതീയിൽ നിന്നും സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിൻ്റെ നാരോ ലീവ്സ് വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നു. പെസ്റ്റ് കൺട്രോൾ. പെസ്റ്റ് കൺട്രോൾ ഇസ് ദ റെഗുലേഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് എ സ്പീഷീസ് ഡിഫൈൻഡ് ആസ് എ പെസ്റ്റ് ദാറ്റ് ഇമ്പാക്ട്സ് അഡ്വേഴ്സ്ലി ഓൺ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനുഷ്യപ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന പെസ്റ്റിനെ നിയന്ത്രിക്കുന്നതാണ് പെസ്റ്റ് കൺട്രോൾ. വൈ ടു കൺട്രോൾ പെസ്റ്റ്? ഫോർ ക്ലീൻ എൻവയോൺമെൻറ്റ്. ശുദ്ധമായ അന്തരീക്ഷത്തിനു വേണ്ടി. ഡിസീസ് ഫ്രീ എൻവയോൺമെൻറ്റ്. രോഗരഹിതമായ അന്തരീക്ഷത്തിനു വേണ്ടി. ടു സ്റ്റോപ്പ് ദി റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പെസ്റ്റ്.
പെസ്റ്റിൻ്റെ വേഗത്തിലുള്ള വളർച്ച തടയുവാൻ വേണ്ടി. Methods for pest control. There are mainly 5 methods for pest control. First one, mechanical methods for pest control. Second one, biological method for pest control. Third one, environmental method for pest control. Fourth one, agricultural method for pest control. And fifth one, chemical method for pest control. Mechanical method. First one, hand picking. കാറ്റർപില്ലേഴ്സിനെ പോലെ പറക്കാൻ കഴിയാത്തതും എഴയുന്നതുമായ പെസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് ഹാൻഡ് പിക്കിംഗ്. സെക്കൻഡ് വൺ, ട്രാപ്പിംഗ്. കൈകൊണ്ടെടുക്കാനോ കത്തിക്കാനോ കഴിയാത്ത പറക്കുന്ന പെസ്റ്റിനെ നീക്കം ചെയ്യുന്ന മെത്തേഡാണ് ട്രാപ്പിംഗ്. തേർഡ് വൺ, ബേണിംഗ്. കൈകൊണ്ടെടുക്കാൻ കഴിയാത്തതും പറക്കുന്നതുമായ പെസ്റ്റിനെ കത്തിക്കുന്ന മെത്തേഡാണ് ബേണിംഗ്. നെക്സ്റ്റ് വൺ, ബയോളജിക്കൽ മെത്തേഡ്. Natural enemies of insects, pests, also known as biological control agents, includes predators, parasitoids, pathogens and competitors. Natural enemies ആയ predators, parasitoids, pathogens, competitors എന്നിവയെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് ബയോളജിക്കൽ മെത്തേഡ്. ഫസ്റ്റ് വൺ, ക്ലാസിക്കൽ ഓർ ഇമ്പോർട്ടേഷൻ, അതായത് ഇറക്കുമതി. ഇവിടെ ഒരു എനിമിയെ പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. സെക്കൻഡ് വൺ, ഇൻഡക്റ്റീവ് ഓർ ഓഗുമെൻറ്റേഷൻ, അതായത് വർധന. ഇവിടെ ഒരു വലിയ എമൗണ്ട് ഓഫ് നാച്ചുറൽ എനിമീസിനെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായി ഉപയോഗിക്കുന്നു. തേർഡ് വൺ, ഇനോക്കുലേറ്റീവ് കൺസർവേഷൻ, അതായത് സംരക്ഷണം. ഇവിടെ റീ എസ്റ്റാബ്ലിഷ്മെൻറ്റിലൂടെ പുനഃസ്ഥാപനത്തിലൂടെ നാച്ചുറൽ എനിമീസ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, എൻവയോൺമെൻറ്റൽ മെത്തേഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ. ദി സറൗണ്ടിങ് ഓഫ് ദി പെസ്റ്റ് ഇസ് ചേഞ്ച്ഡ് in such a way that it becomes unfavorable for its growth. എൻവയോൺമെൻറ്റൽ മെത്തേഡിൽ പെസ്റ്റിന് ചുറ്റുപാടുകൾ അതിൻ്റെ വളർച്ചയ്ക്ക് പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ മാറ്റുന്നു. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ റിമൂവിങ് ഫുഡ് സ്റ്റഫ് നീഡഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് ദി പെസ്റ്റ്. പെസ്റ്റിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫുഡ് പാർട്ടിക്കിൾസ് നീക്കം ചെയ്യുന്നത് കൊണ്ട് ഇത് നേടാനാകും. അഗ്രികൾച്ചറൽ മെത്തേഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ. ഇറ്റ് ഇൻവോൾവ്സ് കൾട്ടിവേഷൻ ഓഫ് സച്ച് ക്രോപ്സ് which are resistant to pest. പെസ്റ്റിൻ്റെ വളർച്ചയ്ക്ക് പ്രതിരോധിക്കുന്ന ക്രോപ്പ് കൾട്ടിവേഷൻ ചെയ്യുന്നത് വഴി പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് മേ ബി അച്ചീവ്ഡ് യൂസിങ് ബയോടെക്നോളജി ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ബയോടെക്നോളജിയും ജനറ്റിക് എഞ്ചിനീയറിംഗും ഉപയോഗിച്ച് ഇത് സാധ്യമാകും. അനദർ മെത്തേഡ് ഫോർ റിമൂവൽ ഇസ് ക്രോപ്പ് റൊട്ടേഷൻ, അതായത് ഒരു ഏരിയയിൽ തന്നെ ഡിഫറെൻറ്റ് സീസണിൽ ഡിഫറെൻറ്റ് ക്രോപ്സ് വളർത്തിയെടുക്കുന്നതാണ് ക്രോപ്പ് റൊട്ടേഷൻ. ഇത് പെസ്റ്റ് കൺട്രോളിന് സഹായിക്കുന്നു. നെക്സ്റ്റ് മെത്തേഡ് ഇസ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽസ് ഉപയോഗിച്ച് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് കെമിക്കൽ മെത്തേഡ് ഫോർ പെസ്റ്റ് കൺട്രോൾ. ഫോർ എക്സാമ്പിൾ, റൊഡൻറ്റിസൈഡ്സ് ഇൻസെക്റ്റ് കില്ലേഴ്സ് ആണ്. അതുപോലെ തന്നെ ഹെർബിസൈഡ്സ് വീഡ് കില്ലിങ്ങിന് ഉപയോഗിക്കുന്നു. ഫംഗിസൈഡ്സ് ഫംഗസ് കില്ലേഴ്സായിട്ടും ഉപയോഗിക്കുന്നു. താങ്ക് യു.